നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിലെ 5ാമത്തെ മൊഡ്യൂളായ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു പുതിയ ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോപ്പിക് ഇതാണ്: ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ അറ്റ് കോസ്റ്റ്. അതായത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഗുഡ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനാണെങ്കിൽ എങ്ങനെയാണ് അത് നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത് എന്താണെന്ന് നോക്കാം. ഓഫൺ ഗുഡ്സ് ആർ ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ എയ്തർ അറ്റ് കോസ്റ്റ് ഓർ അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നുകിൽ അതിന്റെ കോസ്റ്റ് പ്രൈസിനാവാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിനാവാം. Recording of such inter-departmental transfer is important as each department is considered as a separate profit center. അപ്പോൾ നമുക്ക് രണ്ട് ഡിപ്പാർട്ട്മെന്റ്, ഒരു ഓർഗനൈസേഷന് തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായ പർച്ചേസസും സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഗുഡ്സ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റോക്ക് കുറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ എൻട്രീസുകൾ അല്ലെങ്കിൽ അതിനകത്ത് അക്കൗണ്ട് ട്രീറ്റ്മെന്റുകൾ ചെയ്തേ പറ്റത്തുള്ളൂ. Sometimes services are rendered between departments. The cost of goods transferred or services rendered are debited in the department to which they are given and credited in the department in which these goods and services provided. അപ്പം ആരാണോ കൊടുക്കുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഗുഡ്സ് കുറയുകയും ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഗുഡ്സ് കൂടുകയും ചെയ്യും. അപ്പം അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു. If these exchanges are transferred at cost, ഇനി ഇത് നടന്നത് കോസ്റ്റ് പ്രൈസിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ വലിയ പ്രത്യേകതകൾ അല്ലെങ്കിൽ വലിയ എമൗണ്ടിനകത്ത് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളെ സംബന്ധിച്ച് ഗുഡ്സ് കുറയുകയും കിട്ടുന്ന ആളെ സംബന്ധിച്ച് ഗുഡ്സ് കൂടുകയും ചെയ്യും. അപ്പോൾ അത് മാത്രം നമ്മൾ എൻ്റർ ചെയ്താൽ മതി. അപ്പം അതെങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഗുഡ്സ് കോസ്റ്റ് പ്രൈസിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ ഇല്ലസ്ട്രേഷൻ 4 അതുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്: ധനം ലിമിറ്റഡ് ഹാസ് 3 ഡിപ്പാർട്ട്മെന്റ്, നെയിംലി ഡിപ്പാർട്ട്മെന്റ് എക്സ്, ഡിപ്പാർട്ട്മെന്റ് വൈ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഇസഡ്. ഇവിടെ ധനം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എക്സ്, വൈ, ഇസഡ്. അപ്പോൾ അവരുടെ ആ ഒരു വർഷം 2014 എന്ന് പറയുന്ന വർഷത്തിൽ അവർ ഡിപ്പാർട്ട്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസസ്, സെയിൽസ്, വേജസ്, ക്യാരേജ് ഓൺ പർച്ചേസ്. അപ്പോൾ ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം തന്നെ എടുത്തെഴുതാം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അറിയാലോ പർട്ടിക്കുലേഴ്സ് ഇപ്പോൾ എത്ര ഡിപ്പാർട്ട്മെന്റ് ആണ് അത്രയും ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതാം. പിന്നെ ഒരു ടോട്ടൽ കോളം എഴുതിയെന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ എഴുതാതിരിക്കാം. അപ്പം നമ്മൾ ഡെബിറ്റ് സൈഡിൽ ആദ്യം തന്നെ എടുക്കേണ്ട ഐറ്റം നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് അതുപോലെ അങ്ങ് എടുത്തെഴുതിയാൽ മതി. 12,000, 16,000, 10,000. ദെൻ അടുത്തത് പർച്ചേസസ് ആണ്. പർച്ചേസസ് എന്ന് പറയുന്നത് ഡെബിറ്റിൽ വരുന്ന ഐറ്റം ആണ്, അതും പർച്ചേസസ് എന്ന് എഴുതുക. ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ റിട്ടേൺസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് പർച്ചേസസ് അതുപോലെ എമൗണ്ട് എഴുതാം. റിട്ടേൺ ഉണ്ടെങ്കിൽ ആ റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എഴുതേണ്ടത്. ദെൻ സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ്. എമൗണ്ട് 58,000, 74,000, 22,000. ദെൻ അടുത്ത പറഞ്ഞിരിക്കുന്നത് വേജസ് ആണ്, പിന്നെ ക്യാരേജ്. അപ്പം വേജസ് എഴുതാം. വേജസും നമുക്ക് എമൗണ്ട് അതുപോലെ തന്നിട്ടുണ്ട്, അത് അതുപോലെ എഴുതിയാൽ മതി. 3,000, 4,000, 5,000. ദെൻ ക്യാരേജ് ഓൺ പർച്ചേസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബന്ധപ്പെടുന്ന എക്സ്പെൻസ് ആണ്. 2,000, 3,000, 2,000. ഇപ്പോൾ ടോട്ടൽ കോളത്തിൽ ഇതെല്ലാം കൂട്ടി എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 3 ഡിപ്പാർട്ട്മെന്റും കൂടെ കൂട്ടുമ്പം 38,000 വരും. ഈ ടോട്ടൽ കോളം വേണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ എഴുതിയാൽ മതി.
സെയിൽസ് എല്ലാവരും കൂട്ടുമ്പം 1,54,000. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിരിക്കുന്നതാണ്. അത് നമ്മൾ ഡെബിറ്റിൽ എഴുതേണ്ടത് ഡെബിറ്റിൽ എഴുതി, ക്രെഡിറ്റിൽ എഴുതേണ്ടത് ക്രെഡിറ്റ് എഴുതി. ക്രെഡിറ്റ് സൈഡിൽ ഒരു സാധനം കൂടെ വരും, ക്ലോസ് സ്റ്റോക്ക്. അപ്പോൾ അതിന് മുന്നേ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സുകൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ നോക്കി, ഇനി അടുത്ത പാരഗ്രാഫായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസ് സ്റ്റോക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് വൈ ഇസഡിന്റെ ക്ലോസ് സ്റ്റോക്ക് 18,000, 16,000, 7,000. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, നമുക്കത് എഴുതാം. ക്ലോസ് സ്റ്റോക്ക് എഴുതേണ്ടത് എപ്പോഴും ലാസ്റ്റ് ആണ്. കാരണം ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഐറ്റംസ് എഴുതാനുണ്ടെങ്കിൽ അത് എഴുതാനുള്ള സ്പേസ് വിട്ടിട്ടേ ക്ലോസ് സ്റ്റോക്ക് എഴുതാൻ പാടുള്ളൂ. 18,000, ദെൻ 16,000, 7,000, ടോട്ടല് 41,000. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞിരിക്കുന്നത്, ഡ്യൂറിംഗ് ദ ഇയർ ഗുഡ്സ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ₹4,000 were transferred from X to Y. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വൈ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് 4,000 രൂപയുടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, അപ്പം ഫ്രം എക്സ് ടു വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സിൽ നിന്നും വൈയിലേക്കാണ് ഇവിടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്നും ഇവിടെ എക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് 36,000 രൂപയുടെ ഗുഡ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ 36,000 രൂപയുടെ ഗുഡ്സിൽ നിന്നുമാണ് 4,000 രൂപയുടെ ഗുഡ്സ് വൈക്ക് കൊടുക്കുന്നത്. അപ്പം ഈ പർച്ചേസസ് 36,000-ൽ നിന്നും 4,000 രൂപയുടെ ഗുഡ്സ് കുറയണം. അപ്പൊ കുറയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡെബിറ്റിൽ കിടക്കുന്ന ഐറ്റം കുറയണമെങ്കിൽ നമ്മൾ അത് ഇവിടെ കാണിക്കണം, ക്രെഡിറ്റിൽ കാണിക്കണം. അപ്പം ക്രെഡിറ്റിൽ ആ 4,000 കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കുറയാം. അല്ല നമുക്ക് ഇവിടെ തന്നെ എഴുതി വെച്ചാൽ അത് കൂടിയാണ് വരുന്നത്. കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റിൽ കാണിക്കണം. അപ്പം ഇവിടെ എക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വൈ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനാണ് അയച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിന്റെ ക്രെഡിറ്റ് കോളത്തിൽ 4,000 രൂപ കുറയണം. അപ്പൊ ക്രെഡിറ്റ് കോളത്തിൽ 4,000 കാണിക്കണം. എന്നിട്ട് എഴുതണം, ഇത് ആർക്കാണ് അയച്ചു കൊടുത്തേക്കുന്നത്? വൈക്കാണ്. അപ്പൊ വൈ എന്ന് എഴുതിയിട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കണം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 36,000 രൂപയുടെ സാധനം എക്സ് എന്ന ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ട്. ആ 36,000 രൂപയുടെ സാധനത്തിൽ നിന്നും 4,000 രൂപയുടെ ഗുഡ്സ് എക്സ് വൈക്ക് അയച്ചു കൊടുത്തു. അപ്പൊ എക്സിന്റെ കോളത്തിൽ 36,000 എന്നൊരു ഡെബിറ്റ് കോളത്തിൽ നിന്നും 4,000 കുറയ്ക്കാൻ എക്സിന്റെ ക്രെഡിറ്റ് കോളത്തിൽ 4,000 രൂപ നമ്മൾ എഴുതണം. എന്നാലേ ഇതിൽ നിന്ന് ആ 4,000 കുറഞ്ഞ് ബാലൻസ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പൊ എഴുതുമ്പോൾ എക്സ് വൈക്കാണ് കൊടുത്തത്, അപ്പോൾ വൈ എന്ന് വേണം എഴുതാൻ. ഇനി വൈയെ സംബന്ധിച്ച് വൈക്ക് എന്ത് കിട്ടി? ഡെബിറ്റില് 4,000 രൂപയുടെ ഗുഡ്സ് കിട്ടിയതായി കാണിക്കണം. അതായത് വൈയെ സംബന്ധിച്ച് 4,000 കൂടി. ഗുഡ്സ് കൂടുമ്പോൾ നമുക്കറിയാം പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗുഡ്സ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത് അല്ലേ. ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗുഡ്സ് കുറയുമ്പോഴോ ക്രെഡിറ്റിൽ കാണിക്കണം. അപ്പോൾ ഇവിടെ അതേപോലെ ഇവിടെ ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 36,000-ൽ 4,000 എക്സിന്റെ ഗുഡ്സ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അത് കൊടുത്തത് ആർക്കാണ്? വൈക്കാണ്. അപ്പോൾ വൈ എന്നത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് എക്സിൽ നിന്ന് 4,000 ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. എന്നിട്ട് വൈയുടെ ഡെബിറ്റ് സൈഡിൽ ആ 4,000 രൂപ ഇൻക്രീസ് ആണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ 4,000 കാണിച്ചിട്ട് അത് ആരാണ് തന്നത്? എക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന് എഴുതിയിട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കും. അപ്പം ഇതാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ആരാണോ ട്രാൻസ്ഫർ ചെയ്തത് അയാളുടെ എന്താണ് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യുക. ആർക്കാണോ കിട്ടിയത് അയാളുടെ കോളത്തിൽ ഡെബിറ്റ് ചെയ്യുക. ഇനി പറഞ്ഞിരിക്കുന്ന നോക്കിയേ, അതേപോലെ തന്നെ ഇസഡിൽ നിന്നും എക്സിലോട്ടും 2,000 രൂപയുടെ ഗുഡ്സ് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇസഡിൽ നിന്നും എക്സിലോട്ടാണ്. അപ്പൊ ഇസഡിനെ സംബന്ധിച്ച് ഇസഡിന്റെ കോളത്തിൽ നിന്നും കുറയും, 2,000 രൂപ കുറയും. അപ്പൊ ഇസഡിന്റെ കോളത്തിൽ 2,000 എന്ന് കാണിച്ചത് കൊടുത്ത ആർക്കാണ്? എക്സിനാണ്. അപ്പൊ എക്സ് എന്ന് എഴുതിയിട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കാം. എക്സിന് അപ്പൊ 2,000 രൂപയുടെ ഗുഡ്സ് കിട്ടി. അപ്പൊ എക്സിന്റെ കോളത്തിൽ 2,000 രൂപ ഡെബിറ്റ് കാണിക്കുക. എന്നിട്ട് ഇസഡ് എന്ന് എഴുതിയിട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കാം. ഇത്രയുമാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആരാണോ ഗുഡ്സ് കൊടുക്കുന്നത് ഫ്രം എക്സ് ടു വൈ എന്ന് പറയുമ്പോൾ എക്സിൽ നിന്നും വൈയിലോട്ട് ചെന്നു. അപ്പൊ എക്സിനെ സംബന്ധിച്ച് എക്സിന്റെ ഗുഡ്സ് കുറയും. അപ്പൊ എക്സിന്റെ ക്രെഡിറ്റ് കോളത്തിലാണ് അത് കാണിക്കേണ്ടത്. വൈയെ സംബന്ധിച്ച് ഗുഡ്സ് കിട്ടുകയാണ്. അപ്പൊ വൈയുടെ ഡെബിറ്റ് കോളത്തിൽ കാണിക്കാം. അത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഇത്രയാണ് എന്താണ് ഗുഡ്സ് ട്രാൻസ്ഫറിങ്ങുമായി ബന്ധപ്പെട്ട. കാരണം ഇവിടെ കോസ്റ്റ് പ്രൈസിനാണ്, അതേ വിലയ്ക്ക് തന്നെയാണ് കൊടുത്തത്. അപ്പൊ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല, വില സെയിം തന്നെയാണ്.
ഇനി അടുത്ത പറഞ്ഞു നോക്കിയാൽ വേജസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വൈയുടെ ഡിപ്പാർട്ട്മെന്റിനകത്ത് വേജസ് എന്ന് പറഞ്ഞുകൊണ്ട് വൈയുടെ ഡിപ്പാർട്ട്മെന്റിൽ 4000 രൂപ വേജസ് കാണിച്ചിട്ടുണ്ട്. ഈ 4000 രൂപയ്ക്കകത്ത് 200 രൂപ എന്ന് പറയുന്നത് എക്സിന്റെ ആണ്. അപ്പം വൈയുടെ വേജസ് 4000 വേജസ് ശരിക്കും ഇല്ല. വൈക്ക് 3800 രൂപ വേജസ് ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ 4000 രൂപ എന്ന് കാണിച്ചിരിക്കുന്നത്, അതായത് 200 രൂപ എക്സിന്റെ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വൈയുടെ വേജ് എന്ത് ചെയ്യണം? കുറയണം. വൈയുടെ വേജസ് കുറയണമെങ്കിൽ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ 200 രൂപ കാണിക്കണം. അതായത് ഈ വൈയുടെ ഡെബിറ്റ് കോളത്തിനകത്ത് നിന്ന് 200 രൂപ കുറയണമെങ്കിൽ വൈയുടെ ക്രെഡിറ്റ് കോളത്തിൽ നമ്മൾ ആ 200 രൂപ കാണിക്കാം. അപ്പം 200 എന്ന് എഴുതുക. എന്നിട്ട് എഴുതേണ്ടത് ഇത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്? എക്സിനാണ്. അപ്പൊ നമ്മൾ എക്സ് എന്ന് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റ് എഴുതുക സർവീസ് ഓഫ് എക്സ്. എക്സിന് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എക്സ് എന്ന് കാണിച്ചാലും മതി. എന്നിട്ട് എക്സിന്റെ കോളത്തിലെ 200 രൂപ എന്ത് ചെയ്യണം? കൂട്ടണം. കാരണം എക്സിനാണ് ശരിക്കും ആ വേജസ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ആരാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്? വൈ ആണ്. അപ്പൊ ഇവിടെ ഫ്രം വൈ എന്ന് എഴുതാം. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വൈയുടെ വേജസിനകത്ത് ഒരു 200 രൂപ എന്ന് പറയാൻ ശരിക്കും വൈയുടെ അല്ല, അത് എക്സിന്റെ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വൈയുടെ വേജസിൽ നിന്ന് 200 രൂപ കുറയണം. കുറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ വേജസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ വൈയുടെ കോളത്തിൽ 200 രൂപ കാണിക്കാം. എന്നാൽ മാത്രമേ അത് കുറയ്ക്കാൻ പറ്റൂ. എന്നിട്ട് എക്സിനാണ് 200 രൂപ വരേണ്ടത്. അപ്പൊ എക്സിന്റെ ഡെബിറ്റ് കോളത്തിലെ 200 രൂപ കാണിക്കാം. അപ്പൊ ഇത് എവിടെ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ പേര് കാണിക്കണം. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആളുടെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് വൈ ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വൈ എന്ന് പറഞ്ഞിട്ട് വേണം എക്സിന്റെ കോളത്തിൽ കാണിക്കാൻ. വൈ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എക്സിനോട്ടാണ്, എക്സിന്റെ ഡിപ്പാർട്ട്മെന്റിലോട്ട് അയച്ചു കൊടുക്കണം. അപ്പൊ അത് എക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കാൻ. ഇത്രയുമാണ് അഡ്ജസ്റ്റ്മെന്റ്സുകൾ. ഇനി നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം. ഇപ്പൊ രണ്ട് സൈഡും നോക്കാം. നോക്കുമ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ ടോട്ടൽ കൂട്ടുമ്പോൾ 1,95,000, ഇത് 46,000, 90, 200, 80,000. ഇവിടെ അത്രയും തന്നെ വരും. എന്നിട്ട് ഈ ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ഇസഡിനെ സംബന്ധിച്ച് ഇവിടെ കൂടി നിൽക്കുന്നത് ഡെബിറ്റ് സൈഡാണ്. അതായത് നമ്മൾ ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കും. അപ്പൊ രണ്ട് സൈഡ് നിങ്ങൾ കൂട്ടി നോക്കണം. എന്നിട്ട് ഏതാണോ വലിയ എമൗണ്ട് അത് വേണം നമ്മൾ ടോട്ടൽ കോളത്തിൽ കാണിക്കാൻ. അതായത് ഡിപ്പാർട്ട്മെന്റ് ഇസഡ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ഇതിൽ ഏതാണോ വരുന്നത് അത് വേണം നമ്മൾ ടോട്ടൽ കോളത്തിൽ കാണിക്കാൻ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഇസഡിനെ സംബന്ധിച്ച് ഡെബിറ്റ് ആണ് കൂടി നിൽക്കുന്നത്, ക്രെഡിറ്റ് സൈഡ് കുറവാണ്. അപ്പൊ അതെന്താണ്? ലോസ് ആണ്. 15,000 രൂപയുടെ ലോസ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഇസഡിന് വരുന്നത്. എക്സിനും വൈക്കും കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പൊ നിങ്ങളത് ടോട്ടൽ ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്തിട്ട് അതിൽ ഏതാണോ വരുന്നത് അത് എഴുതിയതിന് ശേഷം മാത്രം നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടും. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. അത് വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കുക. ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളെ സംബന്ധിച്ച് ഗുഡ്സ് കുറയും. ഗുഡ്സ് കുറയണം എന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. ആർക്കാണോ ഗുഡ്സ് കിട്ടുന്നത് അയാളെ സംബന്ധിച്ച് ഗുഡ്സ് കൂടും. അപ്പൊ അത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ശ്രദ്ധിക്കാൻ. ഇത് വളരെ എളുപ്പമാണ്. കോസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. എമൗണ്ട് അതേ എമൗണ്ട് തന്നെയാണ് രണ്ട് സൈഡും വരുന്നത്. ഇത്രയേ ഉള്ളൂ എന്താണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ അറ്റ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് പ്രൈസ് ആണ് അടുത്തായിട്ട് ഉള്ളത്. നമുക്ക് അതിനി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ആയിരുന്നു. അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് ആകുമ്പോൾ പ്രത്യേകത എന്ന് പറയുമ്പം അവിടെ നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേക അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പം ആദ്യം നമുക്ക് എന്താണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അത് ഒന്നുകിൽ കോസ്റ്റ് പ്രൈസിന് തന്നെയാവാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിനാവാം. കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ മുന്നേ പഠിച്ചത്. To avoid passing on inefficiencies of one department to the other, the market-based transfer price may be used. It does not give any advantage either to the selling or buying department compared with the trading with the outsiders.
as long as the entire goods received from other department at market price are sold out during the same year itself. No special accounting problems arise at the end of the accounting year when trading profit and loss account is calculated. But if a portion of the goods received at market price from other department remain in stock on the closing date, the profit charged by the transfer or department on the goods on stock is unrealized profit. അപ്പം ഈ മാർക്കറ്റ് പ്രൈസിനാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വർഷം തന്നെ ആ ഗുഡ്സ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഗുഡ്സിന്റെ റിമൈനിങ് ആയിട്ട് എന്തെങ്കിലും ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ നമ്മൾ അതിനകത്തുള്ള എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്ത് പ്രോഫിറ്റ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. The unrealized profit on such a stock on closing date is calculated and the amount is debited in the general profit and loss account in order to arrive the true profit. അപ്പോൾ എന്താണ് പ്രശ്നം വെച്ചാൽ മാർക്കറ്റ് പ്രൈസിനാണ് ഗുഡ്സ് അയക്കുന്നത്. ആ ഗുഡ്സിന്റെ റിമൈനിങ് കുറച്ച് ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടെത്തുക. ആ പ്രോഫിറ്റ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. എന്നാൽ മാത്രമേ ശരിയായ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് മാർക്കറ്റ് പ്രൈസിനാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ നമ്മളത് പ്രോഫിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട, വളരെ എളുപ്പമാണ്. മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ മാത്രം ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുമെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ടെക്സ്റ്റിനകത്ത് ഇല്ലുസ്ട്രേഷൻ 6 പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് പറയുന്നത് ഭരത്ലാൽ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ഡിപ്പാർട്ട്മെന്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ അവരുടെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് ഇതേപോലെ ക്യാപിറ്റൽ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, മറ്റ് അവരുമായി റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെന്റൽ പ്രോഫിറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റം വരെ ഇതിനകത്ത് ഈ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇവിടെ ഐറ്റം നമുക്ക് ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്, ബാലൻസ് ഷീറ്റ് അല്ല, ട്രയൽ ബാലൻസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ ഏതൊക്കെ ഐറ്റംസ് എന്തിലൊക്കെ വരുമെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇത് ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ട ഐറ്റം ആണ്. പിന്നെ സ്റ്റോക്ക് ബ്രാക്കറ്റ് ഓൺ 1/1/2014 1/1/2014 എന്ന് പറയുമ്പോൾ അത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എന്ന് മനസ്സിലാക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. പിന്നെ പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. സെയിൽസ് ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് എ ബി എന്ന് സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചർ ഇത് 3 അസറ്റ് ആണ്, അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് എടുക്കേണ്ടതാണ്. സാലറി ഇൻഷുറൻസ് ഇത് രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കേണ്ടതാണ്. ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്താലും തെറ്റില്ല, അല്ലെങ്കിൽ ജനറൽ ആയതുകൊണ്ട് ജനറൽ P&L അക്കൗണ്ടിൽ എടുത്താലും തെറ്റില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അത് വീതിക്കേണ്ടത് സെയിൽസിന്റെ ബേസിസിലായിരിക്കണം എന്ന് മാത്രം. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ജനറൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. പിന്നെ സൺട്രി ഡെപ്റ്റ്, സൺട്രി ക്രെഡിറ്റ്, ഡ്രോയിങ് ക്യാഷ് അറ്റ് ബാങ്ക് ഇതെല്ലാം ബാലൻസ് ഷീറ്റുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്രോബ്ലം ചെയ്ത് അതിലൂടെ ഓരോ പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2014 എഴുതുക. അതിന് മുന്നേ കമ്പനിയുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി എഴുതുന്നതാണ് ബെറ്റർ. ആദ്യം കമ്പനിയുടെ പേര് എഴുതിയിട്ട് ഇങ്ങനെ എഴുതുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം എടുക്കേണ്ട ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 6000 8,000 നമ്മുടെ ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 6000 8,000 എന്നുള്ളത്. ദെൻ അടുത്ത പറഞ്ഞേക്കുന്നത് പർച്ചേസസ് ആണ്. ഇതെല്ലാം എല്ലാ ട്രേഡിംഗ് അക്കൗണ്ടിലും വരേണ്ട ഐറ്റമാണ് പർച്ചേസസ്. അതും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 1,80,000 2,24,000. പിന്നെ തന്നിരിക്കുന്നത് സെയിൽസ് ആണ്. സെയിൽസ് ക്രെഡിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. സെയിൽസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4,00,000 6,40,000. ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എഴുതേണ്ട കാര്യങ്ങൾ എഴുതിയെന്ന് മാത്രം.
അപ്പൊ ഇനി നോക്കിയേ, അപ്പൊ ഇത്രയും ബാക്കിയൊന്നും നമ്മളുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ വരും, അതെന്താണ്? ക്ലോസ് സ്റ്റോക്ക് ആണ്. ക്ലോസ് സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ്സിലാണ്. അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് എയുടേത് 26,000 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു ആ 26,000-നകത്ത് ഇൻക്ലൂഡിംഗ് ഗുഡ്സ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ബി 8,000 അറ്റ് കോസ്റ്റ് ടു ഡിപ്പാർട്ട്മെന്റ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നിന്നും കിട്ടിയിട്ടുള്ള 8,000 രൂപയുടെ ഗുഡ്സ് ഇൻക്ലൂഡഡ് ആണ്. ഡിപ്പാർട്ട്മെന്റ് എയുടെ ക്ലോസ് സ്റ്റോക്കിനകത്ത് ഇരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നിന്നും കിട്ടിയ 8,000 രൂപയുടെ ഗുഡ്സും കൂടി അതിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ക്ലോസ് സ്റ്റോക്ക് 52,000 ആണ്. അതും പറഞ്ഞിരിക്കുന്നു ഡിപ്പാർട്ട്മെന്റ് എയിൽ നിന്നും 18,000 രൂപയുടെ ഗുഡ്സ് കിട്ടിയതും കൂടി ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുകയാണ് ഈ 2 ഗുഡ്സ്. അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നാണ്. പക്ഷെ അത് ഈ ട്രേഡിംഗ് പിന്നെ അക്കൗണ്ടിനകത്ത് ബാധകം അല്ലാതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യേണ്ട. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ക്ലോസ് സ്റ്റോക്ക് എഴുതാം. ക്ലോസ് സ്റ്റോക്ക് എഴുതേണ്ടത് എപ്പോഴും ലാസ്റ്റ് ആയിട്ടാണ്. ക്ലോസ് സ്റ്റോക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് എയുടേത് 26,000 എന്ന് പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ബിയുടേത് 52,000 എന്നും പറയുന്നുണ്ട്. അത് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ എഴുതാം. എ ബി ആണ്, ഞാൻ എക്സ് വൈ എന്നാണ് എഴുതിയത്. അപ്പൊ ഇത്രയും നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പം ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എയുടെയും ബിയുടെയും ക്ലോസ് സ്റ്റോക്ക് ആണ്. അത് 26,000 എന്നും ഡിപ്പാർട്ട്മെന്റ് ബി 52,000 എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്നത് എന്നാണ്. അത് നമുക്കിവിടെ ആവശ്യമില്ല. മൊത്തത്തിലുള്ള ഗുഡ്സ് എത്രയാണോ അത് മാത്രം എഴുതിയാൽ മതി. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിനകത്തും ഈ പറഞ്ഞ പോലെ 2,000 രൂപ 3,000 രൂപ അത് ഡിപ്പാർട്ട്മെന്റ് എയിൽ നിന്നും ബിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതാണെന്ന് പറയുന്നു. അതിവിടെ ബാധകമല്ല. നമ്മളിവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും എഴുതിയേ വേണ്ട. കാരണം ഇത് രണ്ടും ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കൈമാറ്റം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എ 40,000 രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്തു ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എ ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ടു ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെന്റ് ബി ടു ദ വാല്യൂ ഓഫ് 40,000. അതായത് ഡിപ്പാർട്ട്മെന്റ് എ 40,000 രൂപയുടെ ഗുഡ്സ് ഡിപ്പാർട്ട്മെന്റ് ബിക്ക് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെന്റ് എയുടെ ഗുഡ്സിൽ നിന്ന് 40,000 രൂപയുടെ ഗുഡ്സ് കുറയും. അപ്പൊ കുറയണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ 40,000 എന്ന് കാണിക്കാം. എന്നിട്ട് അവിടെ നമ്മൾ ആർക്കാണ് അയച്ചു കൊടുത്തത്? ബിക്കാണ്. അത് ബി എന്ന് കാണിക്കാം. ഇവിടെ ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് എ 40,000 രൂപയുടെ ഗുഡ്സ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ബി 60,000 രൂപയുടെ ഗുഡ്സ് എക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് എഴുതാം. ഇവിടെ പറയുന്നു ഡിപ്പാർട്ട്മെന്റ് എ 40,000 രൂപയുടെ ഗുഡ്സ് ഡിപ്പാർട്ട്മെന്റ് ബിക്ക് കൊടുത്തു. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എയുടെ ക്രെഡിറ്റ് കോളത്തിൽ നിന്ന് കുറയുകയും വേണം, ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ഡെബിറ്റ് കോളത്തിൽ കൂട്ടുകയും വേണം. അവിടെ നമ്മൾ എഴുതേണ്ടത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ. അപ്പം കൊടുത്തത് എ ആയതുകൊണ്ട് എയുടെ ക്രെഡിറ്റ് കോളത്തിൽ അത് കാണിക്കുക, കിട്ടിയത് ബിക്ക് ആയതുകൊണ്ട് ബിയുടെ ഡെബിറ്റ് കോളത്തിൽ കാണിക്കാം. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ബി ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെന്റ് എ ഓഫ് ദ വാല്യൂ 60,000. ഡിപ്പാർട്ട്മെന്റ് ബി 60,000 രൂപയുടെ ഗുഡ്സ് ഡിപ്പാർട്ട്മെന്റ് എക്ക് കൊടുത്തു. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എക്ക് കിട്ടിയത് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം, ഡിപ്പാർട്ട്മെന്റ് ബി കൊടുത്തതാണ് അപ്പൊ ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കാം. ഇത്രയുമാണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആണ്. ഒരാൾ മാത്രം ഇപ്പൊ എ ബിക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്തോളെങ്കിൽ നമ്മൾ ഇവിടെ എ ബിക്കാണ് കൊടുത്തതെങ്കിൽ എയുടെ കോളത്തിൽ 40,000 കാണിക്കും, ഇവിടെ ബി എന്ന് എഴുതിയാൽ മതി. ഇവിടെ ബിയെ സംബന്ധിച്ച് ബിയുടെ കോളത്തിൽ 40,000 എഴുതുമ്പോൾ ഇവിടെ എ എന്നും കാണിക്കും. പക്ഷെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് എഴുതുക. കൊടുത്ത ആരാണ് അയാളുടെ ക്രെഡിറ്റിൽ കാണിക്കുക, കിട്ടിയ ആളുടെ ഡെബിറ്റ് കാണിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ എല്ലാവരും കൂട്ടുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പൊ ക്രെഡിറ്റ് സൈഡില് ഡിപ്പാർട്ട്മെന്റ് ബി 7,52,000 ആണ് ടോട്ടൽ കിട്ടുന്നത്. എ
4,66,000. 7,52,000, 4,66,000. അതിന് ഡെബിറ്റ് ആണ് കുറവ്. കുറയ്ക്കുമ്പം 2,20,000, ദെൻ 4,20,000. ഇവിടെ പ്രോഫിറ്റ് ആണ്, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതാം. 2,20,000 പ്രോഫിറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്കും 4,20,000 രൂപയുടെ പ്രോഫിറ്റ് ഡിപ്പാർട്ട്മെന്റ് ബിക്കും കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ മാത്രമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത കാര്യമാണ്. അത് നേരത്തെ പോലെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തോണ്ട് നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് എഴുതണമെന്ന് മാത്രം. ഇനി നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി എന്ത് വരയ്ക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം. അതിന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ക്യാരി ഡൗൺ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിലോട്ട് ബ്രോ ഡൗൺ ചെയ്യണം. അപ്പോൾ ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. എമൗണ്ട് 2,20,000, 4,20,000. ഇനി ക്വസ്റ്റ്യനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ സാലറി ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് എഴുതാം. ഫസ്റ്റ് ഐറ്റം രണ്ട് എക്സ്പെൻസ് ആണ്, അപ്പൊ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് സാലറി. ഡിപ്പാർട്ട്മെന്റ് എയുടെ സാലറി 80,000 എന്നും ഡിപ്പാർട്ട്മെന്റ് ബിയുടേത് 65,000 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇൻഷുറൻസും അതേപോലെ, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് എയുടെ 30,000, ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 55,000. ഇത്ര ഐറ്റം മാത്രമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന പ്രോബ്ലം എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് സാലറിയും ഇൻഷുറൻസും മാത്രമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റിലേറ്റ് ചെയ്യുന്നത്. പിന്നെ ജനറൽ എക്സ്പെൻസ് വേണമെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസിന്റെ റേഷ്യോ അനുസരിച്ചിട്ട് വേണം വീതിക്കാൻ. ഇപ്പൊ ഇതിൽ എടുത്തു എന്ന് കരുതി തെറ്റൊന്നുമില്ല. ജനറൽ ഇൻഷുറൻസ് സാധാരണ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മുടെ P&L അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഒന്നിൽ ഇതിലെടുക്കുന്നെങ്കിൽ ജനറൽ എക്സ്പെൻസ് എഴുതിയിട്ട് അത് വീതിക്കേണ്ടത് സെയിൽസിന്റെ ബേസിസിലായിരിക്കണം എന്ന് മാത്രം. അപ്പൊ ഇവിടെ തൽക്കാലം എടുക്കുന്നില്ല, നമ്മൾ ജനറൽ ആയതുകൊണ്ട് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കിനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. 2,20,000, 4,20,000. ടോട്ടൽ 2,20,000, 4,20,000. കുറയ്ക്കുമ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ബിക്ക് 3 ലക്ഷവും ഡിപ്പാർട്ട്മെന്റ് എക്ക് 1,10,000 വരും. അപ്പൊ നമ്മൾ ഇതിന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയുമാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോസ് സ്റ്റോക്കിനകത്ത് ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. അത് വാല്യൂ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഒരു വർക്കിംഗ് നോട്ടായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇനി കുറച്ച് വർക്കിംഗ് നോട്ട് ചെയ്യാം, അതിനുശേഷം ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഇവിടെ ക്ലോസ് സ്റ്റോക്കിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് എക്ക് 26,000 രൂപയുടെ ക്ലോസ് സ്റ്റോക്ക് ആണ് ഉള്ളത്. ആ 26,000-നകത്ത് 8,000 രൂപയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നിന്നും കിട്ടിയതാണ്. അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 52,000 രൂപയുടെ ക്ലോസ് സ്റ്റോക്കിനകത്ത് 18,000 രൂപയുടെ ഗുഡ്സ് എന്ന് പറയുന്നത് എയിൽ നിന്നും കിട്ടിയതാണ്. അപ്പൊ ഈ ക്ലോസ് സ്റ്റോക്ക്, അതായത് നമ്മുടെ ഇരിക്കുന്ന ആ ക്ലോസ് സ്റ്റോക്കിനകത്ത് ഹിഡൻ പ്രോഫിറ്റ് ഉണ്ട്, അല്ലെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇത് വെച്ചിട്ടാണ് എത്ര പെർസെൻറ്റേജ് ആണ് ആ ക്ലോസ് സ്റ്റോക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എയുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഡിപ്പാർട്ട്മെന്റ് എയുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ്, നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് എയുടെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ
ട്രേഡിംഗ് അക്കൗണ്ട് കണ്ടുപിടിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട് 2 ലക്ഷത്തി ഗ്രോസ് പ്രോഫിറ്റ് ആണ് എടുക്കേണ്ടത്. ഇത് ട്രേഡിംഗ് അക്കൗണ്ട് വഴി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ച ഗ്രോസ് പ്രോഫിറ്റ് 2,20,000 ആണ്. അതേ ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. പക്ഷെ ഇവിടെ 40,000 രൂപയുടെ ഗുഡ്സ് എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ എയുടെ കയ്യിലെ ഗുഡ്സ് ബിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്, ഒരു സെയിൽസിന് തുല്യമാണ്. അപ്പൊ 4 ലക്ഷം സെയിൽസിനോടൊപ്പം ആ ട്രാൻസ്ഫർ ആയ 40,000 കൂടെ കൂട്ടുക. അതായത് 4,40,000 രൂപയുടെ സെയിൽസ് ആണ് യഥാർത്ഥത്തിൽ എക്ക് നടന്നത്. ഇൻറ്റു 100. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50% ആണ്. അപ്പം എങ്ങനെയാണ്, അപ്പൊ അതായത് ഡിപ്പാർട്ട്മെന്റ് എയുടെ സ്റ്റോക്കിനകത്ത് 50% എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ്. അതായത് ഡിപ്പാർട്ട്മെന്റ് എ ട്രാൻസ്ഫർ ചെയ്ത ആ ഗുഡ്സിനകത്ത് 50% പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ്, ഡിപ്പാർട്ട്മെന്റ് എയുടെ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് എയുടെ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇനി ഡിപ്പാർട്ട്മെന്റ് ബിയുടെ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,20,000 ആണ്. അതേ ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 6,40,000 ഉണ്ട്, പ്ലസ് 60,000 രൂപയുടെ ട്രാൻസ്ഫറും ഉണ്ട്, ഇൻറ്റു 100 ചെയ്യുമ്പോൾ 60% കിട്ടുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. എയുടേത് 50%, ബിയുടെ 60%. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ എയെ സംബന്ധിച്ച് ബിയിൽ നിന്നും ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്, ബിയെ സംബന്ധിച്ച് എയിൽ നിന്നും ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എത്രമാത്രം പ്രോഫിറ്റ് ആണുള്ളതെന്ന് നോക്കാം. അതിനി എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിപ്പാർട്ട്മെന്റ് എയുടെ ക്ലോസ് സ്റ്റോക്കിന്റെ പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എയുടെ ക്ലോസ് സ്റ്റോക്ക് എത്രയാണ്, 26,000 ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ അല്ല കണ്ടുപിടിക്കേണ്ടത്, ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നിന്നും എത്രയാണ് കിട്ടിയിരിക്കുന്നത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നിന്നും 8,000 രൂപയുടെ ഗുഡ്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് എക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇത് എത്ര രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം എത്രയാണ് ഇത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്നാണ് നോക്കേണ്ടത്. അപ്പം 8,000 രൂപയുടെ ഗുഡ്സ് ആണ്. എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റിനാണ് കൊടുക്കേണ്ടത് എങ്ങനെ അറിയേണ്ടത്? അപ്പം നമ്മളിവിടെ ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നിന്നുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ആണ് എടുക്കേണ്ടത്. ഡിപ്പാർട്ട്മെന്റ് ബിയുടെ എത്രയാണ്, 60%. 4,800 ആണ് അതിനകത്ത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അപ്പം നമ്മൾ എടുക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് എയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് എയുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ല എടുക്കേണ്ടത്. കാരണം ഡിപ്പാർട്ട്മെന്റ് എക്ക് ഗുഡ്സ് കിട്ടിയിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നിന്നാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ റേഷ്യോ ആണ് എടുക്കേണ്ടത്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ബിയുടെ കണ്ടുപിടിക്കാം. ഡിപ്പാർട്ട്മെന്റ് ബിക്ക് 18,000 രൂപയുടെ ഗുഡ്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് എയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അപ്പൊ എയുടെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വേണം എടുക്കാൻ. അപ്പൊ ഇവിടെ 9,000 ആണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഡിപ്പാർട്ട്മെന്റ് എയുടെയും ഡിപ്പാർട്ട്മെന്റ് ബിയുടെയും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇവർക്ക് എത്ര ഗുഡ്സ് ആണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയെന്ന് നോക്കുക. അപ്പൊ എയെ സംബന്ധിച്ച് ബിയിൽ നിന്ന് 8,000 രൂപയുടെ ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്. ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഇരിപ്പുണ്ട്, ഗുഡ്സ് കിട്ടിയെന്നല്ല. എന്താണ്, ഡിപ്പാർട്ട്മെന്റ് എയുടെ ക്ലോസ് സ്റ്റോക്കിനകത്ത് ബിയിൽ നിന്നും കിട്ടിയ ഒരു ഗുഡ്സ് ഉണ്ട്. ബിയിൽ നിന്നും 8,000 രൂപയുടെ ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുകയാണ്. അത് വിറ്റ് പോയെങ്കിൽ പ്രശ്നമല്ല. ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എത്ര രൂപയുടെ ഗുഡ്സ് ആണ് അതേ ഇൻറ്റു ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ കിട്ടിയത് ആ ഡിപ്പാർട്ട്മെന്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കൊണ്ട് ഗുണിച്ചെഴുതുക. അപ്പോൾ 4,800 9,000 കിട്ടി. ഇനി നമുക്ക് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ അതിനകത്ത് ഇത് എവിടെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇതെടുത്താൽ മാത്രമേ നമുക്ക് റിയൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാം. അതിൽ ഡിപ്പാർട്ട്മെന്റ് എ ബി എന്നൊന്നും കാണിക്കേണ്ട, കാരണം അത് ജനറൽ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസസ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആകെ ജനറൽ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാനേജർ സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ജനറൽ മാനേജർ സാലറി ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ആകെ ഉള്ളത് ജനറൽ എക്സ്പെൻസസ് മാത്രമാണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കാത്തത് കൊണ്ട് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കാം. അപ്പോൾ എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ജനറൽ എക്സ്പെൻസസ് എമൗണ്ട് 60,000 രൂപയാണ്.
പിന്നെ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പം അതിൽ നിന്നും വന്നിട്ടുള്ള പ്രോഫിറ്റ് ആണുള്ളത്. അത് ക്രെഡിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. അത് P&L അക്കൗണ്ടിൽ നിന്നുമാണ് വന്നത്. ഇപ്പോൾ P&L അക്കൗണ്ട് എന്ന് എഴുതുക. ഡിപ്പാർട്ട്മെന്റ് എ, ഡിപ്പാർട്ട്മെന്റ് ബി എന്ന് എഴുതിയിട്ട് ഡിപ്പാർട്ട്മെന്റ് എയുടെ പ്രോഫിറ്റ് 1,10,000, ഡിപ്പാർട്ട്മെന്റ് ബിയുടെ പ്രോഫിറ്റ് 3,00,000. ഇത് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ആ ബാക്കിയുള്ള പ്രോഫിറ്റ് നമ്മൾ ജനറൽ P&L എന്നാണ് എഴുതുന്നത്. അപ്പം ജനറൽ P&L അക്കൗണ്ടിൽ വരുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് വരും. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള നമ്മുടെ എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. ക്ലോസ് സ്റ്റോക്കിന് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് നമ്മൾ മാറ്റി വെക്കേണ്ടത് പ്രൊവിഷനാണ്. അപ്പം പ്രൊവിഷൻ ഫോർ unrealized profit on stock. അതും ഡിപ്പാർട്ട്മെന്റ് എ, ഡിപ്പാർട്ട്മെന്റ് ബി എന്ന് വേണം എഴുതാൻ. ഡിപ്പാർട്ട്മെന്റ് എയുടെ നമ്മൾ കണ്ടുവച്ചിരുന്നു 4,800, ഡിപ്പാർട്ട്മെന്റ് ബിയുടെ 9,000, അങ്ങനെ 13,800. ഇത് നമ്മൾ കണ്ടുവച്ചിട്ടുള്ള കാര്യമാണ്. അത് അതുപോലെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഗുഡ്സ് നമ്മൾ ഇനി വിൽക്കുമ്പോൾ, അതായത് ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുമല്ലേ, അപ്പോൾ അതിനി വിൽക്കുമ്പോൾ നമ്മൾ ഇത്ര രൂപയുടെ പ്രോഫിറ്റിന് വേണം വിൽക്കാൻ. അതാണ് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇത്ര രൂപയുടെ പ്രൊവിഷൻ നമ്മൾ മാറ്റി വെക്കണം എന്നാണ്. അപ്പോൾ പ്രൊവിഷൻ അല്ലേ, പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി വെക്കേണ്ട പൈസ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതാൻ കാര്യം. പിന്നെ ഇനിയുള്ളത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നു ഡിപ്രീസിയേഷൻ ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10%, ഫർണിച്ചറിന് 20%. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതും നമ്മളുടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ് ഡിപ്രീസിയേഷൻ. ഇത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഉണ്ട്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടേത് മൊത്തം 8,00,000 എത്രയാണ്, 10%, 8,50,000 രൂപയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണുള്ളത്. 85,000 രൂപയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണുള്ളത്. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ 8,500 ആണ്. പിന്നെയുള്ള ഫർണിച്ചറാണ്. ഫർണിച്ചർ 20% ആണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് 5,000 രൂപയാണ്. അപ്പോൾ 20% ആകുമ്പോൾ 1,000 രൂപ. അങ്ങനെ 9,500 ആണ് ഡിപ്രീസിയേഷൻ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. ഒന്ന് ജനറൽ എക്സ്പെൻസ്. ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് പൊതുവായിട്ടായതുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇതിൽ കാണിക്കുക 60,000. പിന്നെ ഉള്ളത് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആണ്. അത് ക്രെഡിറ്റ് സൈഡ്, പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ ഉള്ളത് പ്രൊവിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ക്ലോസ് സ്റ്റോക്കിന്റെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അതിന് പ്രൊവിഷൻ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത് എക്സ്പെൻസ് ആണ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കേണ്ട തുകയാണ്. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ ഡിപ്രീസിയേഷൻ. ഇത്രയാണുള്ളത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. ക്രെഡിറ്റ് സൈഡിലാണ് കൂട്ടുമ്പോൾ 4,10,000 രൂപയാണുള്ളത്. അതിൽ നിന്ന് ഡെബിറ്റ് എല്ലാം കൂടെ കുറച്ച് കഴിയുമ്പോൾ 3,26,700 രൂപയാണ്. ഇതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്, ആ ബിസിനസ്സിനുള്ള പ്രോഫിറ്റ് 3,26,700 ആണ്. അപ്പോൾ ഇത്രയുമാണ് ജനറൽ P&L അക്കൗണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ക്ലോസ് സ്റ്റോക്ക് വരുവാണെങ്കിൽ, അതായത് വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സ് ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് മാറ്റി വെക്കണം, പ്രൊവിഷൻ മാറ്റി വെക്കണം. അതായത് എത്ര രൂപയുടെ പ്രോഫിറ്റ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പ്രൊവിഷൻ മാറ്റി വെക്കണം. അത് ജനറൽ P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയും വേണം. ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് ആണ്. അതിനെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഇനി ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് തന്നെ നമുക്കറിയാം, ലൈബിലിറ്റീസ്, അസറ്റ്, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ എടുക്കാം. ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് ക്യാപിറ്റൽ ആണ്. അപ്പം നമുക്ക് ആദ്യം ക്യാപിറ്റൽ എഴുതാം. ക്യാപിറ്റലിനോടൊപ്പം ക്യാപിറ്റൽ 1 lakh ആണ് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ കൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യണം. കാരണം ഇതെല്ലാം ഓണറിന്റെ ഫണ്ട് അല്ലേ. അപ്പം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എഴുതണം. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 3,00,000. നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി 3,26,700 രൂപ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ്? 4,26,700 രൂപയാണുള്ളത്.
ഇവിടെ എന്തുകൊണ്ടാണ് ഇന്നർ കോളത്തിൽ എഴുതിയെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡ്രോയിങ്സ് ഉണ്ട്, 35,000 രൂപയുടെ ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ അയാളുടെ ക്യാപിറ്റലിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന പൈസയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്നും കുറയും. അപ്പം അതുകൊണ്ട് തന്നെ ലെസ് ഡ്രോയിങ്സ്, എമൗണ്ട് 35,000 ആണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 3,91,700 ആണ്. അതായത് ഇപ്പം നമ്മുടെ ഈ നിലവിൽ 3,91,700 രൂപയാണ് ഉള്ളത്. ദെൻ അടുത്ത ലൈബിലിറ്റി എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണുള്ളത്. അത് നമുക്ക് അതുപോലെ എഴുതാം, സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സും ക്യാപിറ്റലും മാത്രമാണ് ലൈബിലിറ്റി സൈഡിലുള്ളത്. ഇനി നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,60,000. ഇവിടെ ഡിപ്രീസിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എഴുതാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,60,000. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാൻ മറക്കരുത്. ദെൻ അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്കകത്ത് ഡിപ്രീസിയേഷൻ ഉണ്ട്, അത് 8,500 ആണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 85,000 നിന്നും ലെസ് ഡിപ്രീസിയേഷൻ കുറച്ച് 8,500 കുറയ്ക്കാം. എമൗണ്ട് 76,500. പിന്നെ ഫർണിച്ചർ ആണുള്ളത്. ഫർണിച്ചർ 5,000 ആണ് എമൗണ്ട്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം 1,000 രൂപ, 4,000 ആണ് എമൗണ്ട്. ഇനി ഉള്ളത് പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് 45,000. അതിനകത്ത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ അതുപോലെ എഴുതാം. പിന്നെ ഇവിടെ ഉള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഐറ്റം ആണ്, അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് സ്റ്റോക്ക് എന്ന് എഴുതിയാൽ 2 ഡിപ്പാർട്ട്മെന്റ് സ്റ്റോക്ക് ഉണ്ട്. രണ്ടും കൂടെ, അതായത് ഒന്ന് 26,000 52,000. എയുടേത് 26,000, ബിയുടെ 52,000. അപ്പൊ സ്റ്റോക്ക് എന്ന് എഴുതി ഡിപ്പാർട്ട്മെന്റ് എ 26,000, ഡിപ്പാർട്ട്മെന്റ് ബി 52,000 എഴുതിയിട്ട് ഔട്ടർ കോളത്തിൽ ടോട്ടൽ ചെയ്ത് എഴുതിയാലും മതി. അത് എഴുതേണ്ടത് ഇപ്പം നമ്മൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് എയും ബിയും കൂടെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 78,000 രൂപയാണ് എഴുതേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊവിഷൻ കുറച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇത് പ്രൊവിഷൻ ലെസ് പ്രൊവിഷൻ 13,800 ആണ് പ്രൊവിഷൻ. ആ പ്രൊവിഷനൂടെ കുറച്ചതിന് ശേഷം 64,200 രൂപയാണ് നമ്മൾ സ്റ്റോക്കിൽ കാണിക്കേണ്ടത്. പിന്നെ ഉള്ളത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ക്യാഷ് അറ്റ് ബാങ്ക് 62,000 ആണ്. അത് അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക് 62,000 അസറ്റ് സൈഡിൽ കാണിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് വരുന്നത്. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ബാക്കി എഴുതാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നോക്കുക, അപ്പോൾ ടാലി ആവും, ടോട്ടൽ സെയിം തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് നമ്മൾ എഴുതുമ്പോൾ ക്ലോസ് സ്റ്റോക്ക് വേണം അസറ്റ് സൈഡിൽ എഴുതേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കരുത്. ക്ലോസ് സ്റ്റോക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ലേ പ്രൊവിഷൻ, ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, അതെന്ത് ചെയ്യണം, ഇതിനകത്തുനിന്ന് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം സ്റ്റോക്കായിട്ട് കാണിക്കാൻ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ബാലൻസ് ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപിറ്റൽ തരുമ്പോൾ അതിനോടൊപ്പം നമ്മൾ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് കൂട്ടണം. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിങ്ങിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യും. തന്നെ ചെയ്തൊന്ന് നോക്കുക, കാരണം ചെയ്ത് നോക്കുമ്പോഴാണ് കൂടുതൽ ക്ലിയർ ആവുന്നത്. വളരെ എളുപ്പമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് കൂടുതൽ ചെയ്ത് 2-3 പ്രോബ്ലംസ് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം കൊടുക്കുന്ന ആളുടെ ആരാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന അയാളുടെ ഗുഡ്സ് കുറയും, ആർക്കാണോ കിട്ടുന്ന അയാൾ ഗുഡ്സ് കൂടും. അപ്പോൾ കുറേ നാളെ ക്രെഡിറ്റ് ചെയ്യുക, കൂടുന്ന ആളെ ഡെബിറ്റ് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ബാലൻസ് ഷീറ്റ് ആയാലും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടൊക്കെ പഴയ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സുകൾ വരും, അതൊന്ന് കുറയ്ക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും മാത്രം ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചാൽ മതി. അതായത് 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ആദ്യം പഠിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ആദ്യം പഠിച്ചത്. പിന്നെ ഇന്റർ ട്രാൻസ്ഫർ പഠിച്ചു. പിന്നെ ആ ഇന്റർ ട്രാൻസ്ഫർ തന്നെ കോസ്റ്റ് പ്രൈസും പിന്നെ മാർക്കറ്റ് പ്രൈസ്. ഇങ്ങനെ ഈ 3 സൈസ് പ്രോബ്ലം മാത്രമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിനകത്ത് പഠിക്കാനുള്ളത്. ഇത് 3ഉം പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.